എല്ലാവർക്കും സുഭാഷാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള അടിപൊളി ക്ലാസ്സാണ്. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 2 ചോദ്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. സ്ട്രെയിറ്റ് ലൈൻസ് കേൾക്കുമ്പോഴേ ചില കുട്ടികൾക്ക് ഇച്ചിരി പേടിയാണ്. കാരണം ഇതിനുള്ള ചോദ്യം ഏതായി വരുന്നത്, നമ്മൾ വല്ലതും പഠിച്ചതാണോ വരുന്നത് അല്ലാത്തതാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്. പക്ഷേ എക്സാമിന് 6 മാർക്കിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇവനെ നിങ്ങൾ നല്ലപോലെ പഠിച്ചോണം. കാരണം ഇതിൻ്റെ കൂടെ ഉള്ളത് പിന്നെ ട്രിഗണോമെട്രിയാണ്. എന്തെങ്കിലും കാരണവശാൽ അവൻ പോയാൽ പിന്നെ ഇവനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫുൾ മാർക്ക് A+ ഒക്കെ നഷ്ടപ്പെടാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യുന്നെങ്കിൽ ഇവനെയൊക്കെ നല്ലപോലെ പഠിച്ചോണം. ഈ 2 ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാമിന് ഉറപ്പുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും. എന്നാലും നിങ്ങളെ ഇന്ന് ഞാൻ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ കൂടെ കണ്ട് മനസ്സിലാക്കി ഉറപ്പിക്കും. ഇങ്ങനത്തെ ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഒത്തിരി കുട്ടികൾ പഠിക്കുന്നതാണ്. ഏറ്റവും അടിപൊളിയായിട്ട് മാത്സിനെ സിമ്പിളായിട്ട് സൂപ്പറായിട്ട് ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്ന ക്ലാസ്, നോട്ട്സ്, പിന്നെ ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ നിങ്ങൾക്കൊരു മെറ്റീരിയലും എല്ലാം പബ്ലിക് എക്സാമിന് മുൻപായിട്ട് ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് മെറ്റീരിയൽ തരും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഏതൊക്കെയാണ് പഠിക്കണമെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെ തരും. അവനെ പഠിച്ചുകൊണ്ടങ്ങ് പോയാൽ മതി. ഓക്കെ. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചോ. ഫിഗറിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമിന് ഫിഗർ ബേസ്ഡ് പ്രോബ്ലംസ് ആണ് സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ പഠിച്ചോണം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് AB ആൻഡ് പെർപെൻഡിക്കുലർ ടു AB. ദാറ്റ്സ് ഓൾ. ക്വസ്റ്റ്യൻ സ്പീഡ് ഞാൻ വായിച്ചു തീർത്തു. നിങ്ങൾ ക്വസ്റ്റ്യൻ സ്പീഡ് വായിക്കണമെന്നല്ല, പക്ഷേ നിങ്ങൾ പഠിച്ച് സ്പീഡിലാവണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ എൻട്രൻസ് ക്ലാസ്സൊക്കെ എടുക്കുന്നതാണ്. കുട്ടികൾ ഈ രീതിയിൽ കൂടെ നമ്മൾ വളരെ സ്ലോയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ കൂടെ നിങ്ങൾ കവർ ചെയ്യുള്ളൂ. ഒരു എൻട്രൻസിന് നിങ്ങൾ നേരിടുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. ഈ 2 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചില ക്വസ്റ്റ്യൻസുകൾ വെച്ച് സ്പീഡ് വായിച്ച് നിങ്ങളെ കൊണ്ട് ആ രീതിയിൽ കൂടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഓക്കെ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് AB. ക്ലിയർ ആയല്ലോ. പെർപെൻഡിക്കുലർ ടു AB, അതും ക്ലിയർ ആയി. ഇപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ AB എന്ന് പറഞ്ഞ ലൈൻ അവർ തന്നിട്ടുണ്ട്, A, ഇത് B. എന്താ പ്രത്യേകത? എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യണം. ഏകദേശം ഇവിടെ കൂടെ പാസ് ചെയ്യണം. ഓക്കെ. ചുമ്മാതെ പാസ് ചെയ്തിട്ട് കാര്യമില്ല മോനെ. പെർപെൻഡിക്കുലർ ചരിയരുത്. ഇങ്ങനെ ചരിയാൻ പാടില്ല. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതേപോലെ ഉണ്ടല്ലോ, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതേപോലെ പെർപെൻഡിക്കുലർ ആകുന്ന ഒരു ലൈൻ ഉണ്ട് കേട്ടോ. ഒറ്റ ലൈനേ ഉള്ളൂ. അങ്ങനെ ആ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഫിഗർ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ലൈൻ. ഞാൻ അതിനൊരു പേര് കൊടുത്തു, PQ. ഓക്കെ. അപ്പോൾ PQ എന്ന് പറഞ്ഞൊരു ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ABക്ക് എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ, മിഡ് പോയിന്റ് കൂടെ. 2 കാര്യങ്ങൾ. ഓക്കെ, വളരെ ഈസി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ആദ്യം മോനെ ഈ മിഡ് പോയിന്റ് കൊണ്ട് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് ഓഫ് AB സ്റ്റാർട്ട് ചെയ്യാണ്. മിഡ് പോയിന്റ് ഓഫ് AB എന്തായിരുന്നു? മിഡ് പോയിന്റ് ഓഫ് AB എന്ന് പറയുമ്പോൾ എളുപ്പം പറ, ഫോർമുല എളുപ്പം എന്ന് ഓർത്ത് പറഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ ജോയിൻ 2 points x1, y1 and x2/2 is x1 plus x2/2, y1 plus y2/2. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പോൾ ഇതുണ്ട്, നോക്കണം. x1 plus x2/2, y1 plus y2/2. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോണേ. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. x1 plus x2 എന്ന് പറയുമ്പോൾ 3 plus 1/2. ദാറ്റ്സ് ഓൾ. ഓക്കെ. 3 plus 1/2. y1 plus y2, that is 5 plus 3/2, that is 4/2, 8/2. ആൻസർ ഈസ് 2,4. ഓക്കെ. ഈ പോയിന്റ് കിട്ടുമ്പോൾ നമ്മുടെ ലൈൻ പാസ് ചെയ്യുന്ന മിഡ് പോയിന്റ് കിട്ടി 2, 4. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് പല ലൈൻസിൻ്റെ ഇക്വേഷൻ കേട്ടിട്ടുണ്ട് അല്ലേ? ഓർത്തോണം. പെർപെൻഡിക്കുലർ എന്ന വേർഡ് കണ്ടോ? നമ്മുടെ പോയിന്റ് സ്ലോപ്പ് ഫോം y minus y1 equal to m into x minus x1. അതായിരിക്കണം. y minus y1 equal to m into x minus x1 ആയിരിക്കണം. നമ്മൾ ലാസ്റ്റിൽ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഫോർമുല. ഓക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഈ m വേണം, സ്ലോപ്പ് വേണം. ഈ PQ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് വേണം. അതിന് AB എന്ന് പറഞ്ഞ സ്ലോപ്പിനെ കണ്ടുപിടിച്ചാൽ ഈസിയാണ്. നോക്കണം. AB എന്ന് പറഞ്ഞ സ്ലോപ്പിനെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. സ്ലോപ്പ് ഓഫ് AB. സ്ലോപ്പിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എളുപ്പം പറഞ്ഞ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ്റെ സ്ലോപ്പ് y2 minus y1 by x2 minus x1. ഓക്കെ. y2 minus y1 by x2 minus x1 equal to 5 minus 3 on numerator. വലിയ പാടൊന്നുമില്ലല്ലോ. 3 minus 1 denominator. ആൻസർ 2/2. ആൻസർ ഈസ് 1. ഓക്കെ ആണല്ലോ. അപ്പോൾ എബിയുടെ സ്ലോപ്പ് കിട്ടി. therefore സ്ലോപ്പ് ഓഫ് ആരാണ്? PQ. PQൻ്റെ സ്ലോപ്പ് മൈനസ് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി.
1/-1 എന്നോ നെഗറ്റീവ് റെസിപ്രോക്കൽ എന്നോ ഒക്കെ എന്ത് വായിക്കാം കേട്ടോ. നെഗറ്റീവ് റെസിപ്രോക്കൽ ഇപ്പോൾ 1 ആണെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്താലും മതി. നെഗറ്റീവ് റെസിപ്രോക്കൽ 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ് -1. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കണം, ഒരു ലൈൻ്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ആവുന്ന ലൈൻ്റെ സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ ആദ്യം കണ്ടുപിടിച്ച സ്ലോപ്പിനെ തിരിച്ചിടുക, നെഗറ്റീവ് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ തൊട്ട് മേലെ എം കിട്ടി വരെ ദിസ് ഈസ് എം. അത് ഇവിടെ കൊടുക്കുമ്പോൾ y - y1 ഇതാണ് നമ്മുടെ y1 കേട്ടോ. ഇത് x1, ഇത് y1 ആണ്. y - 4 = m - 1 × x - 2. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y - 4 = -x + 2 or y - 4 + x - 2 = 0. ഓക്കെ, അവസാനം ആൻസർ എഴുതുമ്പോൾ x എഴുതുക, പിന്നെ y എഴുതുക, -4 - 2 -6 എഴുതുക, 0. ദാറ്റ്സ് ഓൾ. x എഴുതി, y എഴുതി, -2 -4 -6 കൃത്യമാണല്ലോ. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് മേക്സ് 45 ഡിഗ്രി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ 1, 3. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ ഫിഗർ വരയ്ക്കണമെന്ന് നിർബന്ധമേ ഇല്ല. നമുക്കിവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. 45 ഡിഗ്രിയിലായിരിക്കണം നമ്മുടെ ലൈൻ പോകുന്നത് എക്സ് ആക്സിസുമായിട്ട്. അതുപോലെ 1, 3 എന്ന് പറഞ്ഞ പോയിന്റ് കൂടി ഇങ്ങനെ കടന്നു പോകണം. ഓക്കെ, വളരെ എളുപ്പം. ഇതെല്ലാം നമ്മുടെ പോയിന്റ് സ്ലോപ്പുമായിട്ട് ബേസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടുന്ന് സ്ലോപ്പിനെ കിട്ടും. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു tan θ. ആംഗിളിനെ തന്നാൽ സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ tan θ, ദാറ്റ് ഈസ് tan ഓഫ് 45 ഡിഗ്രി. ആൻസർ ഈസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻ്റെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ലൈൻ്റെ സ്ലോപ്പിനെ കിട്ടി. പോയിന്റ് ഇതാണ്, നോക്കിക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ, 1, 3 മതിയല്ലോ. ദാറ്റ് ക്യാൻ, അപ്പോൾ നമുക്ക് എം കിട്ടി. ദിസ് ഈസ് എം. നെക്സ്റ്റ് x1 y1 ഈസ് ഈക്വൽ ടു 1, 3 രണ്ടുമുണ്ട്. ദെൻ ഇക്വേഷൻ എന്തായിരുന്നു, y - y1 ഈസ് ഈക്വൽ ടു m × x - x1. എവിടേക്കാണ് വാല്യൂസ് കൊടുക്കുന്നത്, x1-ന് y1-ന് m-ന് ഈ എക്സും വൈയും അതേപടി. ഓക്കെ, that is y - y1 is 3 is equal to m is 1 into x - x1. x1 is 1. That is y - 3 is equal to 1 into x. x 1 into -1 അല്ല, ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ y - 3 - x + 1 = 0 or -x + y - 2 = 0. ഓക്കെ, -x എഴുതി, +y എഴുതി, -3 + 1 becomes -2. ഇനി മൈനസ് ചേർക്ക് ഇച്ചിയാണോ, കളഞ്ഞ് x - y + 2 = 0. അങ്ങനെ എഴുതാം. ക്ലിയറാ? ഓക്കെ, ഇങ്ങനെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. ചിലക്കുണ്ട് ഈ മൈനസിൽ തുടങ്ങുന്നതൊക്കെ ഒരു മോശം ഇതാണ്, അങ്ങനെ കളഞ്ഞേക്കണം. ഓക്കെ ആണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2 ചോദ്യങ്ങൾ അടിപൊളിയായിട്ടുള്ളതാണ്. പഠിച്ചോണം, എക്സാമിന് ഉറപ്പായിട്ട് വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുന്നെങ്കിൽ, പ്രയോജനപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ ജോയിൻ ചെയ്യുക. ഗുഡ് ബൈ.